പ്രിയമുള്ളവരെ, തോമാ ശ്ലീഹായ്ക്ക് ഈശോ പ്രത്യക്ഷനായി തൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുകയും തോമാ ശ്ലീഹ ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുകയും ചെയ്ത പുതുഞായറിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയാണ്. ഉയിർപ്പ് കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയുടെ പരിസമാപ്തി കുറിക്കുന്ന ദിനമാണ് പുതുഞായർ. കാരണം ഉയിർപ്പ് തിരുനാളിൻ്റെ 8-ാം ഇടം നവ ആഴ്ചയായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പൂർത്തീകരണമാണ് ഈ പുതുഞായർ. ഈശോ മിശിഹ ആരാണ്? മാർ തേഡോറിൻ്റെ അനാഫ്രയിൽ മദ്ബഹ പ്രവേശത്തിൽ പ്രാർത്ഥിക്കുന്ന മദ്ബഹ പ്രവേശനത്തിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും അകന്നുപോയവരെ അടുപ്പിക്കുകയും വഴിതെറ്റിയവരെ സത്യത്തിൻ്റെ അറിവിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പോൾ ഈശോ മിശിഹ നഷ്ടപ്പെട്ടു പോയവരെ, വഴിതെറ്റിയവരെ, ചിതറിപ്പോയവരെ എല്ലാം ഒരുമിച്ച് കൂട്ടുകയാണ്. ഉദ്ധിതനായ ഈശോയുടെ പ്രധാന പ്രവൃത്തി നഷ്ടപ്പെട്ടു പോയവരെ, നഷ്ടധൈര്യരായവരെ തിരിച്ചു കൊണ്ടുവരിക, വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം പ്രാവശ്യം ഈശോ പ്രത്യക്ഷമാകുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രവിക്കുന്നത്. യോഹന്നാൻ 20-24 മുതൽ 31 വരെയുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഔദ്യോഗിക പരിസമാപ്തി കുറിക്കുന്ന ഈ അധ്യായത്തിൻ്റെ ഭാഗങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തോമാ ശ്ലീഹായ്ക്ക് അദ്വിതീയമായൊരു സ്ഥാനം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാം. 3 പ്രാവശ്യം ഈ സുവിശേഷം തോമാ ശ്ലീഹായെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. മറ്റ് സുവിശേഷങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണത്. യോഹന്നാൻ 11-16 നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോടുള്ള വിശ്വാസവും പ്രതിബദ്ധതയും ധൈര്യവും ഒക്കെ പ്രകാശിപ്പിക്കുന്ന തോമാ ശ്ലീഹായെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നുള്ള ഉത്തരം ഈശോയ്ക്ക് നൽകുന്ന തോമാ ശ്ലീഹായെ സുവിശേഷം പരിചയപ്പെടുത്തുന്നുണ്ട്. അടുത്ത അധ്യായത്തിൽ 21-ാം അധ്യായത്തിലും തോമാ ശ്ലീഹായെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ എല്ലാം പറയുന്നത് 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നതുമായ തോമസ് എന്നാണ്. ദീദിമോസ് എന്ന് പറയുന്നത് ഇരട്ട, അത് ഗ്രീക്ക് വാക്കാണ്. അതിൽ നിന്നാണ് ദീദിമോസ്. സുറിയാനിയിൽ താമ, ട്വിൻ, ഇരട്ട എന്നർത്ഥം. തോമായുടെ നടപടികൾ എന്ന പുസ്തകത്തിൽ ഈശോയുടെ ശിഷ്യനായ തോമാ ശ്ലീഹാ ഈശോയുടെ ഇരട്ടയായിട്ടാണ് എടുത്തു പറയുന്നത്. ഈശോയെ പോലെ ഇരിക്കുന്നയാൾ, സാമ്യമുള്ളയാൾ, ഈശോയുടെ അർത്ഥ സഹോദരൻ എന്നൊക്കെ അർത്ഥത്തിലാണ് ഈശോയെ ഇരട്ട എന്ന് വിളിക്കുന്നത്. ഈശോയുടെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അങ്ങനെ ഈ തോമാ ശ്ലീഹാ ഈശോ പ്രത്യക്ഷപ്പെടുന്ന ദിവസം തോമാ ശ്ലീഹാ, അതായത് ഉയിർത്തെഴുന്നേറ്റ ആ ദിവസം തോമാ ശ്ലീഹാ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കം ആൻഡ് സീ, വന്ന് കാണുക. അപ്പോൾ ഈശോയെ കണ്ടു. മാത്രമല്ല ഈ 20-ാം അധ്യായത്തിൽ ഈശോയെ കാണുന്നു, പ്രത്യക്ഷപ്പെട്ടു. ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടുന്ന സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശിഷ്യൻ്റെ അവകാശമാണ് ഈശോയെ കാണുക എന്നുള്ളത്. തോമാ ശ്ലീഹായ്ക്ക് അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തോമാ ശ്ലീഹാ പറയുകയാണ്, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഒരു എംപിരിക്കൽ നോളജ്, തൊട്ടറിയണം, എനിക്ക് തൊട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പോൾ തോമാ ശ്ലീഹായെ ഡൗട്ടിങ് തോമസ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതാണ്. യുക്തിയോടുകൂടിയാണ് തോമാ ശ്ലീഹാ സമീപിക്കുന്നത്, യുക്തി മാറ്റിവെച്ചല്ല. കാരണം കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കണം. യുക്തിയില്ലാത്ത അന്ധമായൊരു വിശ്വാസമല്ല വേണ്ടത്. തോമാ ശ്ലീഹാ അവിടെ ഒരു മാതൃക തന്നെയാണ് കാണിക്കുന്ന. ഒരു വശത്ത് നോക്കുമ്പോൾ, മറുവശത്ത് നോക്കുമ്പോൾ സാധാരണ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ, വിശ്വാസ ജീവിതത്തിൽ സംശയങ്ങൾ, ഇരുണ്ട രാത്രികൾ, തെളിമയില്ലാത്ത ചിന്തകൾ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം ദൂരീകരിക്കുന്ന, ആ അവിശ്വാസത്തിൻ്റെ കാർമേഘ പഠനങ്ങളെല്ലാം ദൂരീകരിക്കുന്നവനാണ് ഈശോ മിശിഹ. അതുകൊണ്ടാണ് 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈശോയുടെ ശിഷ്യന്മാർ വീട്ടിലായിരിക്കുമ്പോൾ തോമായും കൂടെയുണ്ട്. അപ്പോൾ 8 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പിറ്റേ ഞായറാഴ്ചയാണ്. അതായത് ഈ ദിവസമാണ് ഉയിർപ്പ് തിരുനാളിൻ്റെ പിറ്റേ ഞായറാഴ്ചയാണ്. അപ്പോൾ ഓരോ ഞായറാഴ്ചയും ഈശോ, ഉയിർത്തെഴുന്നേറ്റ ഈശോ
പ്രത്യക്ഷപ്പെടുന്ന ദിവസമാണ് എന്നുള്ള ചിന്ത ആദിമ സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഞായറാഴ്ചകളിൽ ഒന്നിച്ചു കൂടുകയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ ബലിയർപ്പിക്കുകയും ചെയ്ത പതിവുണ്ടായിരുന്നത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ജീസസ് ഓഫ് നാസറത്ത് എന്ന പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈശോ ഉയർത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് സാധാരണ പറയുന്ന എംപ്റ്റി ടൂംബ്, ശൂന്യമായ കല്ലറ ശിഷ്യന്മാർ കണ്ടു എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഓരോ ഞായറാഴ്ചയും സഭ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചിരുന്നത്. കാരണം ആ ഞായറാഴ്ച എന്തോ സംഭവിച്ചു, അടുത്ത ഞായറാഴ്ചയും ഈശോയെ കാത്തിരിക്കുന്നു. അതാണ് ഈ കർത്താവിൻ്റെ ദിവസം ഒന്നിച്ചു കൂടുന്നു ആദിമസഭയുടെ വലിയൊരു പാരമ്പര്യമായിരുന്നു. അങ്ങനെ ഒന്നിച്ചു കൂടിയാണ് ഈ സഭ വളരുന്നത്. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളർന്നത് ഈ ഉയിർപ്പ് തിരുനാളിൻ്റെ ഒരു തുടർച്ചയാണ്. ഓരോ ഞായറും ഒരു പോർട്ടബിൾ ഈസ്റ്റർ, സഞ്ചരിക്കുന്ന ഈസ്റ്റർ ആയിട്ടാണ്. അതുകൊണ്ടാണ് ആഴ്ചയുടെ ആദ്യ ദിനം നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ധർമ്മസമാഹരണം നടത്തണമെന്ന് കൊരിന്തോസ് ലേഖനം 16 അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. നടപടി പുസ്തകം 20 അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ആദ്യ ദിനം പൗലോസ് ശ്ലീഹ ശിഷ്യന്മാരോടൊപ്പം ഒന്നിച്ചു കൂടുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 1 അധ്യായം 10 വാക്യത്തിൽ കർത്താവിൻ്റെ ദിവസം ആണ്, അതായത് ആഴ്ചയുടെ ആദ്യ ദിവസം കർത്താവിൻ്റെ ദിവസമാണ് യോഹന്നാന് ദൈവിക വെളിപാടുണ്ടാകുന്നത്. അപ്പം ഈ ആഴ്ചയുടെ ആദ്യ ദിവസം, 1-ാം ദിവസം, 3-ാം ദിവസം, അല്ലെങ്കിൽ 8-ാം ദിവസം, കർത്താവിൻ്റെ ദിവസം, സൺഡേ, ആ ദിവസം ഈശോ പ്രത്യക്ഷപ്പെടുന്ന ദിവസമായി, ഈശോയെ അനുഭവിച്ചറിയുന്ന ദിവസമായി ആദിമസഭ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. 8-ാം ദിവസം എന്ന് പറയുമ്പോൾ 7-ാം ദിവസം സാബത്ത്, 8-ാം ദിവസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയായിട്ടാണ്, ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടിയുടെ ദിവസമായിട്ടാണ് 8-ാം ദിവസം. 8 ദിവസത്തിന് ശേഷം വീണ്ടും വരികയാണ്. തോമാസ് ലേവിക്ക് വേണ്ടി മാത്രം വരിക. വാതിൽ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. യോഹന്നാൻ 20:27. ഉദ്ധിതനായ ഈശോ എപ്പോഴും പറയുന്ന വാക്യം, കർത്താവ് പറയുന്ന കൊടുക്കുന്ന ആശംസ, സമാധാനം. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നെന്ന് ഈശോ മുമ്പ് പറയുന്നുണ്ട്. ആ സമാധാനം എൻ്റെ പൂർണ്ണതയിൽ നൽകുകയാണ്. ഉദ്ധിതനായ ഈശോ എപ്പോഴും ഒരു സമ്മാനവുമായി വരുന്നത്. ആ സമ്മാനം ഒരു സമാധാനമാണ്. സംശയഗ്രസ്തമായ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നു. സങ്കടത്തിൽ വീഴുന്ന ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഇന്ന് ലോകം യുദ്ധത്തിൻ്റെയും കെടുതികളുടെയും സംശയങ്ങളുടെയും അസ്വസ്ഥതയുടെയും ലോകമാണ്. മനുഷ്യഹൃദയങ്ങളും ഇതുപോലെ തന്നെ തിളച്ച് മറിയുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിലെല്ലാം മധ്യത്തിൽ നിന്നുകൊണ്ട് ഇളകി മറിയുന്ന കടലിനെ ശാന്തമാക്കിയതുപോലെ സമാധാനം, നിങ്ങൾക്ക് സമാധാനം കുർബാനയിൽ ആവർത്തിക്കുന്ന ഒരു ആശംസയാണ്. ഉദ്ധിതനായ ഈശോ തൻ്റെ സഭയിൽ പ്രത്യക്ഷനായി സഭയിലൂടെ നൽകുകയാണ്. ഇന്നും തുടരുകയാണ് സമാധാനം. ലോകം തരുന്നത് പോലെയല്ല ഈശോ തരുന്ന സമാധാനം. അലൗകികമായ, സ്വർഗീയമായ, ദൈവികമായ ഒരു സമാധാനം. അതാണ് മനുഷ്യനെന്ന് ആഗ്രഹിക്കുന്നത്. ആ സമാധാനമാണ് കർത്താവ് നൽകുന്നത്. തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പോൾ തോമാസ് ശ്ലീഹായെ ക്ഷണിക്കുകയാണ് ഈശോ, നീ എൻ്റെ അടുത്ത് വരിക, നീ കാണുക, തൊടുക, എന്നിട്ട് വിശ്വസിക്കുക, അവിശ്വാസിയാകാതിരിക്കുക. ഈശോയുടെ ഈ വാക്ക് കേട്ട് തോമാസ് ശ്ലീഹ ഈശോയുടെ തിരുവിലാവിൽ തൊട്ടു എന്നാണ് പല സഭാപിതാക്കന്മാരും പറയുന്നത്. മാർ അപ്രയം പോലെയുള്ള സഭാപിതാക്കന്മാർ ആദിമ ഐക്കണോഗ്രഫിയിൽ, ആദിമ ദൈവിക ചിത്രരചന സങ്കേതങ്ങളിലെല്ലാം തോമാസ് ശ്ലീഹ ഈശോയുടെ തിരുവിലാവിൽ തൊടുന്നതായിട്ട് കാണുന്നുണ്ട്. സുവിശേഷത്തിൽ അങ്ങനെ കാണുന്നില്ലെങ്കിൽ തന്നെയും തോമാസ് ശ്ലീഹ ഈശോയെ തൊട്ടറിഞ്ഞു എന്ന് തന്നെ എൻ്റെ അർത്ഥം. ഈശോയെ അനുഭവിച്ചറിഞ്ഞു, കണ്ട് തൊട്ട് അനുഭവിച്ചറിഞ്ഞു, കർത്താവിനെ മനസ്സിലാക്കി. തോമാസ് ശ്ലീഹായുടെ ഈ സംശയം, വാസ്തവത്തിൽ ഈ സംശയം എന്തിനു വേണ്ടിയുള്ള സംശയമാണ്? സഭാപിതാവായ സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നത്, ഈ സംശയം ഭാവി തലമുറയിലുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ്, അവിശ്വാസികളായവർക്കും വേണ്ടിയാണ്. ഈശോ ആരാണ്? ഈശോ ദൈവപുത്രനാണോ? ഈശോ രക്ഷകനാണോ? ഈശോ രക്ഷിക്കുമോ? ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന തലമുറകളായി ചോദിക്കുന്നവരുണ്ട്. ഭാവി തലമുറകളിലും ചോദിക്കുന്നവർക്ക് വേണ്ടി തോമാസ് ശ്ലീഹ മുൻകൂട്ടി ചോദിച്ചതാണെന്നാണ് പറയുന്നത്. തോമാസ് ശ്ലീഹായുടെ ഈ സംശയത്തിന് കർത്താവ് മറുപടി നൽകുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കുക. അങ്ങനെ തോമാസ് ശ്ലീഹായുടെ തിരുവിലാവിൽ തൊട്ട അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000 ഏപ്രിൽ 30 ദൈവിക കരുണയുടെ തിരുനാളായിട്ട് പ്രഖ്യാപിച്ചത്. വിശുദ്ധ ഫൗസ്തീനായുടെ ദർശനത്തിൽ നിന്നും ലഭിച്ച ചൈതന്യമനുസരിച്ച്. കാരണം തോമാസ് ശ്ലീഹായോട് ഈശോ കാരുണ്യം കാണിക്കുകയാണ്, തിരുവിലാവിൽ തൊടുവാനുള്ള അനുഗ്രഹം നൽകുകയാണ്. എങ്കിലും വിശ്വാസ കാര്യാലയത്തിൻ്റെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് ഈ തിരുനാൾ പ്രഖ്യാപിച്ചപ്പോഴും ഈ 2-ാം ഞായറിൻ്റെ 1-ാമത്തെ പേര്
ഈസ്റ്ററിൻ്റെ 2ാം ഞായർ തന്നെയാണ്. അതിനുശേഷമാണ് കരുണയുടെ തിരുനാളെന്ന് പേരൂടെ കൊടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ദിവസത്തെ സുവിശേഷ വായന ഈ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ്. അതുകൊണ്ട് ഈ പുതു ഞായറിൽ ഈശോയെ തോമാ ശ്ലീഹ കണ്ടുമുട്ടുന്നു, ഈശോ തോമാ ശ്ലീഹയ്ക്ക് ദർശനമേകുന്നു എന്ന ചിന്തയാണ് പച്ചസഭയിലും പൗരസഭയിലും കൂടുതലായി ഉള്ളത്. അതിൻ്റെ ഒരു അനുബന്ധം എന്ന നിലയ്ക്കാണ് കരുണയുടെ തിരുനാൾ വരുന്നത്. അപ്പോൾ തോമാ ശ്ലീഹ കൊടുക്കുന്ന ഉത്തരമാണ് മാർ വാലാഹ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമാ ശ്ലീഹ കൊടുക്കുന്ന ഈ ഉത്തരം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോൺ പറയുന്നത്, ഈ ഉത്തരം ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഈശോയുടെ ദൈവത്വം കൂടെ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇത് വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ, ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ക്ലൈമാക്സ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഏറ്റവും പരമകാഷ്ഠയായ പ്രസ്താവനയാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. ഈശോ മിശിഹ ആരാണ്? ഒരു ക്രിസ്റ്റോളജിക്കൽ പ്രൊഫഷനാണ്. ഈശോയെ ഏറ്റുപറയുന്ന ഒരു ക്രിസ്തുവിജ്ഞാനിപരമായ ഒരു ഏറ്റുപറച്ചിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ ഒരു ഇൻക്ലൂഷൻ, സെമിറ്റിക് ഇൻക്ലൂഷൻ എന്ന് പറയും. സെമിറ്റിക് രചനാരീതികളിൽ, ക്ലാസിക് രചനാരീതികളിൽ തുടക്കവും ഒടുക്കവും ഒരുപോലെ വരുന്ന ഒരു രചനാ സങ്കേതമുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, ദൈവമായിരുന്നു ആ വചനം. അപ്പോൾ ആ വചനം ഈശോ തന്നെയാണ്, അത് ദൈവമായിരുന്നു. അതാണ് ഏറ്റു പറയുന്നത്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. ഈശോ മിശിഹായെ ദൈവമായി, കർത്താവായി ഏറ്റുപറയാണ് തോമാ ശ്ലീഹ. അപ്പോൾ സുവിശേഷ രചനയുടെ ഉത്തുംഗ തലങ്ങളിൽ എത്തുന്ന ഒരു പ്രസ്താവനയാണിത്. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ് എന്ന് തുടർന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തോമാ ശ്ലീഹയുടെ ഈ പ്രസ്താവന വലിയൊരു ഏറ്റുപറച്ചിലാണ്. അതിൽ പശ്ചാത്താപവും സങ്കടവും അനുരഞ്ജനവും ദൈവാരാധനയും സ്തുതിപ്പും എല്ലാം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ പൗരസ്ത്യ സുറിയാനി കുർബാനയിലെ പ്രാർത്ഥനകളെല്ലാം ആരംഭിക്കുന്നത് മാറൻ വാലാഹൻ, ഇതിൻ്റെ ബഹുവചന രൂപമാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കർത്താവായ ദൈവമേ എന്നാണ്. അപ്പോൾ ഈ വാക്ക് ഉച്ചരിച്ചുകൊണ്ടാണ് ഓരോ പ്രാർത്ഥനയും ചൊല്ലുന്നത്. പ്രധാനപ്പെട്ട ശ്ലോസകളെല്ലാം അങ്ങനെയാണ്. കാരണം ദൈവം അതോടായി പഴയ നിയമത്തിലെ എല്ലാ ദൈവിക സങ്കല്പങ്ങളും പൂർത്തിയാക്കുകയാണ്. ദൈവത്തെ അതോണായി, കർത്താവേ എന്ന് വിളിക്കും, യാഹ്വേ നേരിട്ട് വിളിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആ 2 വാക്കുകളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവസങ്കല്പങ്ങളെല്ലാം പൂർത്തീകരിക്കുകയാണ്. ഇന്നത്തെ 1ഉം 2ഉം വായനകളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ദൈവം ആരാണ്? ലേവ്യയുടെ പുസ്തകം 26-ാം വാക്യത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ മൂകമായ, കണ്ണില്ലാത്ത, കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് ആരാധിക്കരുത്. നിർജ്ജീവമായ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. സ്തംഭങ്ങളുണ്ടാക്കി അതിനെ പൂജിക്കരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. 2-ാം വാക്യം വീണ്ടും പറയുന്നുണ്ട്, ഞാനാണ് കർത്താവ്. 12-ാം വാക്യത്തിൽ പറയും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. 13-ാം വാക്യത്തിൽ പറയും, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ കൂടെ വസിക്കുന്നവനും നിങ്ങൾക്ക് സമാധാനം നൽകുന്നവനും നിങ്ങൾക്ക് ഫലസമൃദ്ധി നൽകുന്നവനായി ജീവിക്കുന്ന ദൈവമാണ് ഞാൻ. കർത്താവ് എന്ന് പറഞ്ഞ ഉടമസ്ഥൻ, നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താനുള്ള അധികാരമുള്ളവൻ. ദൈവം എന്ന് പറയും സൃഷ്ടാവ്. അപ്പോൾ കർത്താവും ദൈവമായി ജീവിക്കുന്ന ദൈവമാണ് ഞാൻ. അതിന് പകരം നിങ്ങൾ നിർജ്ജീവമായ വസ്തുക്കളെ ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ തന്നെ സൃഷ്ടിയെ ആരാധിക്കരുത്. യഥാർത്ഥ ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് 1-ാമത്തെ വായനയിൽ. 2-ാമത്തെ വായനയിൽ ഏശയ്യായുടെ പുസ്തകം 44-ാമത്തെ വാക്യത്തിലും അവിടെ പറയുന്നത് ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബേ ഭയപ്പെടേണ്ട, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങി നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. അപ്പോൾ കർത്താവ് അരുളി ചെയ്യുന്നവർ. ആ വാക്യം തന്നെ 5-ാം വാക്യത്തിലുമുണ്ട്. 44:2-ലും 5-ലും ഞാൻ കർത്താവിൻ്റേതാണെന്ന് ഒരുവൻ പറയും. 3-ാമൻ ഒരുത്തവൻ എൻ്റെ സ്വന്തം കയ്യിൽ കർത്താവിന് ഉള്ളവനെന്ന് എഴുതും. 5-ാം വാക്യം. 6-ാം വാക്യം ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവാണ് ഞാൻ. 8-ാം വാക്യം ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നത ശില എൻ്റെ അറിവിലില്ല. അപ്പോൾ കർത്താവും ദൈവവും ആരാണ്? അദൃശ്യനായ സ്രഷ്ടാവായ പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇതെല്ലാം ഈശോയിൽ നിറവേറുകയാണ്. ഈശോ കർത്താവും ദൈവവുമാണ്. അതുകൊണ്ട് കർത്താവ് വെറും ഒരു ഗുരു, വെറും ഒരു മാതൃകാ പുരുഷൻ എന്നതിലപ്പുറം ജീവിക്കുന്നവനായ
കർത്താവും ദൈവവുമാണ് എന്ന് തോമാശ്ലീഹ ഏറ്റുപറയുകയാണ്. പഴയ നിയമത്തിലെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ്. ഉടനെ ഈശോ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ബൈബിൾ പണ്ഡിതനായ വെസ്കോട്ട് പറയുന്നത് ബൈബിളിലെ അഷ്ടസൗഭാഗ്യങ്ങളുണ്ടല്ലോ, അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു സൗഭാഗ്യം തന്നെയാണ് ഇത്. ബൈബിളിലെ ഏറ്റവും വലിയ ബെയാറ്റിറ്റ്യൂഡ്, ഏറ്റവും വലിയ സൗഭാഗ്യ പ്രസ്താവനയാണിത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള ഈ പ്രസ്താവന, ആ പ്രസ്താവന ആർക്ക് വേണ്ടിയാണ് ഈശോ നൽകിയത്? വരാനിരിക്കുന്ന എല്ലാ സംശയഗ്രസ്തരായ വിശ്വാസികൾക്കും വേണ്ടിയാണ്. നമ്മളുടെ വിശ്വാസം കാഴ്ചയിലുള്ളൊരു വിശ്വാസമല്ല. കാഴ്ചയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് തന്നെ ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നമ്മളുടെ യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ, 2-ാം വാക്യത്തിൽ പറയുന്നത് ഞങ്ങൾ അത് കണ്ടു. അപ്പോൾ കർത്താവിനെ കണ്ട തൊട്ട അനുഭവം പങ്കുവയ്ക്കുകയാണ്. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കാഴ്ചക്കപ്പുറമുള്ള ഒരു കാഴ്ച, അത് ദൈവികമായൊരു കാഴ്ചയാണ്. അങ്ങനെ പുതിയ കാഴ്ചയുടെ ഒരു ജോഡി കണ്ണുകൾ ദൈവം സമ്മാനിക്കുകയാണ്, ഈശോ സമ്മാനിക്കുകയാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന വാക്കിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സൂചനകൾ നൽകുന്നുണ്ട്. 1 പത്രോസ് 1:8 പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിനെ കാണുന്നില്ല, ഒരുതിനാ ഈശോയെ കാണുന്നില്ല, പക്ഷേ ഞങ്ങൾ അവൻ്റെ മഹത്വം കണ്ടു. 2 പത്രോസ് 1:16-18 കാണുന്നില്ലെങ്കിലും 1 പത്രോസ് 1:8 നിങ്ങൾ അവാച്യമായ അനുഭൂതിയോട് സന്തോഷത്തോടു കൂടി അവനെ സ്തുതിക്കുന്നു. അപ്പോൾ കാഴ്ചയ്ക്കപ്പുറം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതാണ് പറയുന്നത്. ഹെബ്രായ 11:1 വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്തവയുണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുന്നതുമുള്ള ആ ഉറപ്പാണ്. അവ കാണപ്പെടാത്ത കാഴ്ചയ്ക്കപ്പുറമുള്ളതാണ്. റോമാലേഖനം 8-ാം അധ്യായം 24-ാം വാക്യം പ്രസിദ്ധമായ സ്പേ സാൽവി, ഞങ്ങൾ പ്രത്യാശയിലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. 24-25 വാക്യങ്ങൾ. ഈ പ്രത്യാശ കാണപ്പെടുന്ന പ്രത്യാശ അല്ല, കാണപ്പെട്ടു കഴിഞ്ഞാൽ പ്രത്യാശയല്ല. അപ്പോൾ കാണപ്പെടാത്ത പ്രത്യാശ, അതാണ് ഞങ്ങൾ. 2 കൊറിന്തോസ് 5:7 ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് സാധാരണ കാഴ്ചയ്ക്കപ്പുറമുള്ള വലിയ ദൂരക്കാഴ്ചയാണ്, ദൈവികമായൊരു കാഴ്ചയാണ്. അപ്പോൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള വലിയ ഒരു വാഗ്ദാനം കർത്താവ് നൽകുകയാണ്. നമ്മളും കാഴ്ചയ്ക്കപ്പുറമുള്ള കാഴ്ചയാണ് നമ്മൾ നേടേണ്ടത്. വിശ്വാസം ഒരു വലിയ കാഴ്ചയാണ്. ലൂമൻ ഫിദേയി, കാഴ്ച, വിശ്വാസത്തിൻ്റെ വെളിച്ചം. ആ വെളിച്ചത്തോടു കൂടി കാണുമ്പോഴാണ് യഥാർത്ഥ കാഴ്ചയുണ്ടാകുന്നത്. തുടർന്ന് യോഹന്നൻ്റെ സുവിശേഷം 24-ാം അധ്യായം സമാപിക്കുന്നത്, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേക കാര്യങ്ങൾ ഈശോ പ്രവർത്തിച്ചു, എന്നാൽ ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് ഈശോ ദൈവപുത്രനായ മിശിഹായാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ കൺക്ലൂഷനാണ്. ഇതിന് 21-ാം വാക്യം അധ്യായം പിന്നീട് കൂട്ടിച്ചേർത്താണെന്ന് പറയുന്നത്. അതായത് ഈ സുവിശേഷം മുഴുവൻ എഴുതി എന്തിനു വേണ്ടിയാണ്? തോമാശ്ലീഹ പറഞ്ഞ ഈ വിശ്വാസ പ്രമാണം, വിശ്വാസത്തെ സൂക്തം ഏറ്റുചൊല്ലുവാൻ വേണ്ടി തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ പുതു ഞായർ ദിവസം അതുകൊണ്ട് തോമാശ്ലീഹയുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനമുണ്ടാക്കിയ ദിവസമാണ്. ഈശോയെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് ഈശോയെ ഏറ്റുപറഞ്ഞ് ഈശോയുടെ വലിയ പ്രേക്ഷിതനായി മാറി നമ്മൾക്ക്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് വിശ്വാസം പകർന്നു നൽകി ഈ ഭാരത മണ്ണിൽ ജീവൻ ഈശോയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ചു. ഇതുപോലെ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ ഓരോ ഞായറാഴ്ചയും കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ തിരുസഭയിൽ തൻ്റെ വിശുദ്ധ കൂദാശകളിലൂടെ തുടരുകയാണ്. ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ഓരോ ഞായറാഴ്ചകളിലും വിശ്വസിക്കുക നിമിത്തം ജീവൻ ഉണ്ടാകുക എന്നുള്ള വലിയ സന്ദേശം ഏറ്റെടുക്കുവാനും അത് പങ്കുവയ്ക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.